ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അവൻ്റെ തലയറുത്തു, ഞാൻ അവനെ വെട്ടിക്കൊന്നതാണ്. ഹെറോദസ് സ്നാപകയോഹന്നാനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ പറഞ്ഞ കാര്യം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 7-9 തിരുവചന ഭാഗങ്ങളിൽ നിന്ന് നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ പ്രബോധനം കേട്ടവർ പറയുന്നു, അത് സ്നാപകയോഹന്നാനാണ്, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരിൽ ഒരാളാണ്. യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ, അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. പക്ഷെ ആ ജനങ്ങളുടെ വാക്കുകൾ കേട്ട് ഹെറോദേസ് പറയുന്നത് ഇതാണ്: തൻ്റെ മേൽ മറ്റൊരു അധികാരി കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി ഭയത്തോടുകൂടെ അധികാരികളെ, തനിക്ക് മേലുള്ളവരെ നോക്കിയിരുന്ന ഹെറോദേസ് പറയുന്നു, സ്നാപകയോഹന്നാൻ്റെ കഴുത്ത് ഞാൻ അറുത്തു കളഞ്ഞതാണത്. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല, പക്ഷെ അവനെ കാണാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഹെറോദേസ് തന്നെയാണ് രാജ്യം നൽകുന്ന പദവിയിൽ അഭിമാനിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നീ യഹൂദരുടെ രാജാവാണോ? യേശു പറയുന്നു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? യേശു തിരിച്ചു പറയുന്നുണ്ട്, ദൈവം തരുന്നതല്ലാതെ മറ്റൊരധികാരവും ഈ ഭൂമിയിലില്ല എന്ന്. അപ്പോൾ അധികാരപ്രമത്ത, അതിൻ്റെ അന്ധത, അഹന്ത കണ്ണിൽ നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാം മറന്നു പോകുന്ന മനുഷ്യ സമൂഹങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ കാർന്നു നിന്നുന്ന ഭയങ്ങൾ, എന്തിനെയോ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു, ആരെയോ ഭയപ്പെട്ടുള്ളൊരു ജീവിതാവസ്ഥ. ആ ഭയത്തെ മറക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷെ അതല്ല ഈശോ ആവശ്യപ്പെടുന്നത്. ഞാൻ നൽകുന്ന അപ്പം, ജീവൻ്റെ അപ്പം, അത് ഭക്ഷിച്ച് സംതൃപ്തിയോടെ ജീവിതം ആസ്വദിക്കുന്നതിൽ തയ്യാറുള്ളവരായി മാറുക. അത് ആസ്വദിക്കുക, അനുഭവിക്കുക. ദൈവം നൽകിയ എല്ലാ കൃപകളും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ജീവിതം തുടരാൻ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.